ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പൊട്ടറ്റോ കൊണ്ട് ഒരു ഡോണറ്റ്സ് ആണ് തയ്യാറാക്കി കാണിക്കുന്നത്. അതായത് നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഈസിയാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് പെട്ടെന്ന് രുചികരമായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പൊട്ടറ്റോ ഡോണറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 2 പൊട്ടറ്റോ പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചിരിക്കുക. ഇതിനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, ഒന്ന് ചീകി എടുക്കണം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഓണിയൻ ഒരെണ്ണം, അത് ഇതിലേക്കിടാം. ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിയില, കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ, അതായത് നമ്മുടെ ചോളപ്പൊടി, നമ്മുടെ ഈ ചോളപ്പൊടി ഇടാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മൈദ ഇടുക, അല്ലെങ്കിൽ കടലപ്പൊടി ഇടുക. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാല. ഈ ചാട്ട് മസാല ഇല്ലെന്നുണ്ടെങ്കിൽ അംചൂർ പൗഡർ, അതായത് മാങ്ങാടെ പൊടി ഇട്ടാലും മതി. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഈ ചാട്ട് മസാലയും മാങ്ങാപ്പൊടിയും എല്ലാം. ഇതൊരു ചെറിയ പുളിപ്പുമൊക്കെ ഒരു നല്ല ടേസ്റ്റുമാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ടേസ്റ്റ് അനുസരിച്ചിടുക. ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ബ്രെഡ് സ്ക്രമ്മാണ്. എന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിൽ നിന്ന് കുറേശ്ശെ നമ്മളിട്ട് കുഴച്ച് കാണിക്കാം. ഉണ്ട്, 1/4 കപ്പ് നമ്മൾ ആദ്യം ഇടുകയെന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇത് കട്ടിക്ക് വരണം, കുഴച്ചെടുക്കുമ്പോൾ നല്ല കട്ടിക്ക് വരണം, നല്ല ഡൗ ആക്കി എടുക്കണം, കുഴച്ച് റെഡിയാക്കി എടുക്കണം. ഇനി നമ്മൾ ഒരു 1/4 കപ്പ് കൂടെ ഇടുക. കാര്യം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അനുസരിച്ച് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കുഴച്ചെടുക്കണ്ടേ കട്ടിക്ക്. ഇനി നമുക്ക് 1/4 കപ്പും കൂടെ ഇടാം. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ. നല്ലപോലെ നമ്മളിത് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റും. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ. ഈ മൈദ ഇടാൻ പറ്റാത്തവരുണ്ടല്ലോ, മൈദ എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തവർ മുട്ട കലക്കി അതിനകത്ത് മുക്കിയാലും മതി. ഒരു ടേബിൾ സ്പൂൺ മല്ലിയില, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടി കേട്ടോ. 2 പിഞ്ച് കുരുമുളക് പൊടി, 2 നുള്ള്, 1/4 ടീസ്പൂൺ ഉപ്പ് ടേസ്റ്റ് അനുസരിച്ചിടുക. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം, നമുക്കറിയാമല്ലോ എത്ര ഒരു കൺസിസ്റ്റൻസി വേണം ഇതിന്. ഇതൊന്ന് കലങ്ങി കിട്ടണം. ഇനി നമുക്ക് 2 കോഴിമുട്ട, മുട്ട മാത്രം കലക്കി വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ. മൈദ ഇടാൻ ഇഷ്ടമില്ലാത്തവർ മുട്ട മാത്രം കലക്കിയെടുക്കാം. ഇതെല്ലാം ബാക്കി എല്ലാ സാധനം കൂടെ ഇട്ട് മുട്ട മാത്രം കലക്കിയെടുക്കാം. വേണ്ട, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. കാര്യം ഇത് ഈ ഡോണറ്റ്സ് എല്ലാം ഒന്ന് മുക്കിയെടുക്കണ്ടേ. ഇതിനകത്ത് മുക്കിയിട്ടാണ് നമ്മളത് റെഡിയാക്കുന്നത്, പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് എല്ലാം ഒന്ന് മുക്കിയെടുക്കണമെങ്കിൽ കുറച്ച് ലൂസിൽ വേണം. നമ്മൾ കുറച്ച് ഓയിലെടുത്ത് തേച്ച് പിടിപ്പിച്ചിട്ടേ കയ്യിൽ എണ്ണയെ, അന്നേരം ഉണ്ടല്ലോ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ്. എന്നിട്ട് കുറച്ച് മാവ് നമുക്ക് എത്ര വേണോ അതനുസരിച്ച് എടുക്കുക. ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉഴുന്നുവടയുടെ അത്രയും അതിലും കുറച്ചുകൂടെ വലുപ്പമുണ്ട് ഡോണറ്റ്സിന്. നമുക്ക് എത്ര വലുപ്പത്തിന് വേണോ അതുപോലെ തയ്യാറാക്കാം. ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. കണ്ട, ഇങ്ങനെ അമർത്തിയതിന് ശേഷം നമ്മളിങ്ങനെ ഷേപ്പ് വരുത്തുക. കൈവിരൽ ഉപയോഗിച്ച് സൈഡ് ഷേപ്പ് വരുത്തുക. എന്നിട്ട് ഇങ്ങനെ നാക്കിയാൽ മതി കൈവെള്ളയിൽ. വേണ്ട,
ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല ഷേപ്പിന് വരും. ഇനി നമുക്ക് വേണ്ട എണ്ണ തൊട്ടിട്ട് തന്നെ കുഴിയിടണം. അന്നേരം നമുക്ക് നല്ലപോലെ ഒട്ടിപ്പിടിക്കാതെ നല്ല വലിയ കുഴിയിടാം. നല്ല വലിയ കുഴി വേണം കേട്ടോ. ഇത് പൊരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ ഇതങ്ങ് അടഞ്ഞു പോകുക. ഇത്രയും വലിപ്പമുണ്ട് കുഴിക്ക് കേട്ടോ. ഇനി ഈ സൈഡെല്ലാം ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. ഇപ്പം തന്നെ നമ്മളെല്ലാം റെഡി ആക്കിയല്ലോ, കണ്ടല്ലോ. ഇതുപോലെ ആയിരിക്കണം ഡോണട്ട്സ് തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ ഈ മുട്ടയും മൈദയെല്ലാം കൂടെ കലക്കി വെച്ചിട്ട് അതിനകത്തേക്ക് മുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ക്രമ്പിൽ ബ്രെഡ് പൊടിച്ചതിനകത്ത് ബ്രെഡിൻ്റെ പൊടിക്കകത്തിട്ട് മുക്കിയെടുക്കും. ആണ് ഇത് കോരി ഇതിൻ്റെ പുറത്തങ്ങ് ഇടണം, അല്ലെങ്കിൽ നല്ല പൊടിഞ്ഞൊക്കെ പോകും. വേണ്ട നല്ലപോലെ റെഡിയാക്കി ഇങ്ങനെ പൊക്കിയെടുക്കണം. ഈ ഉണങ്ങിയ കൈ കൊണ്ട് തന്നെ ചെയ്യണം, നമ്മൾ ഈ നനഞ്ഞ കൈ കൊണ്ട് ചെയ്യരുത് കേട്ടോ. ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കി എടുക്കാം. കണ്ടോ, നമ്മൾ ഡോണട്ട്സ് 9 റെഡിയാക്കിയിട്ടുണ്ട്. 9 കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഷേപ്പിനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചു പോരാം. കണ്ടോ, എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് വിടാം. വേണ്ട, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിനി പോരാം. നമുക്കിനി പോരാം കേട്ടോ. നല്ല ഗോൾഡൻ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം പൊരിച്ചു പോരാം. നല്ല അടിപൊളി ഡോണട്ട്സ് ആട്ടോ. പൊട്ടറ്റോ ഡോണട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്ക് സോസും ഒക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.